നമുക്കിന്ന് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിക്കാം. ഹൈസൻബർഗ് അനിശ്ചിതത്വ സിദ്ധാന്തം കേട്ടോ, അല്ലെങ്കിൽ ഹൈസൻബർഗ് അനിശ്ചിതത്വ തത്വം. എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനമോ കൃത്യമായ ആക്കോ ഒക്കെ നമുക്ക് ഒരേ സമയം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കിക്കേ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇലക്ട്രോൺ കൃത്യമായൊരു പരിക്രമണ പഥത്തിൽ നിൽക്കുന്നില്ല. അതുപോലെ സൂക്ഷ്മവസ്തുക്കളുടെ ചലനത്തിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതിൽ h/4π എന്ന് പറയുന്നത് h/4π ഇറർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഹൈസൻബർഗ് പറയുന്നത് എപ്പോഴാണ് എറർ ഉണ്ടെന്ന് പറയുന്നത്? നമ്മളൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കറക്റ്റൊരു ആൻസറിലേക്ക് എത്താൻ കഴിയില്ല, ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും കറക്റ്റായി കിട്ടില്ല. അതായത് സൈമിൾട്ടേനിയസ്ലി കണ്ടെത്തിയാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വേണേൽ കണ്ടെത്താം. സൈമിൾട്ടേനിയസ്ലി ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ h/4π ഇറർ ഉണ്ടാകും എന്നാണ് അദ്ദേഹം നമുക്ക് തെളിയിച്ച് തന്നത്. എന്നാൽ ഇക്കാര്യം നമുക്ക് ബോർ ആറ്റം മാതൃക നമ്മൾ നീൽസ് ബോറിൻ്റെ പഠിച്ചില്ലായിരുന്നോ? അദ്ദേഹത്തിന് ഇത് തെളിയിക്കാൻ സാധിച്ചില്ല. ഹൈസൻബർഗാണ് ഇക്കാര്യം നമുക്ക് തെളിയിച്ച് തന്നത്. സൈമിൾട്ടേനിയസ്ലി ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഓക്കെ, ബോർ മാതൃകയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ നമുക്കിനി. ഇലക്ട്രോണിൻ്റെ തരംഗ സ്വഭാവം ബോർ മാതൃകയിൽ കണക്കാക്കുന്നില്ല. അതുപോലെ ഓർബിറ്റ് കൃത്യമായി നിർവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് കാരണങ്ങൾ. ഇനിയുണ്ട് രണ്ട് കാരണങ്ങൾ കൂടി നോക്കാം. മൂന്നാമത്തെ എന്താ പറയുന്നത്? ഇലക്ട്രോണിൻ്റെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യമായി അറിയാമെങ്കിൽ മാത്രമേ ആ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാത പൂർണ്ണമായും കണ്ടുപിടിക്കാൻ കഴിയൂ. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബോർ മാതൃക ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം അവഗണിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടം നമ്പേഴ്സ് അല്ലേ? എത്ര തരം ക്വാണ്ടം നമ്പേഴ്സൊക്കെ ഉണ്ട്? 3-4 ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ നമുക്ക് പഠിക്കാം ഓരോന്നായിട്ട് കേട്ടോ. അടുത്ത നോക്കി, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? പോസിറ്റീവ് പൂർണ്ണസംഖ്യയാണ്. n = 1, 2, 3 തുടങ്ങിയ നമ്പേഴ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഓർബിറ്റലിൻ്റെ വലിപ്പവും വലിയൊരു പരിധിവരെ ഊർജവും നിശ്ചയിച്ചിരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിയേ. ഇതുവഴി ഷെല്ലിനെ നമുക്ക് തിരിച്ചറിയാം, ഷെല്ലിനെ കണ്ടെത്താം, എത്രാമത്തെ ഷെല്ലാണെന്ന് എന്നുള്ള കാര്യം. അതുപോലെ n കൂടുന്നതനുസരിച്ച് ഓർബിറ്റലിൻ്റെ വലിപ്പം എങ്ങനെയാണ്? കൂടുകയാണ് കേട്ടോ. പിന്നെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലെയാണ് അല്ലേ? പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനുമാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിൽ നിന്ന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ മാറ്റുന്നതിന് ഊർജം ആവശ്യമുള്ളതിനാൽ n വർദ്ധിക്കും. നോക്കിക്കേ, n വർദ്ധിക്കുന്നതനുസരിച്ചപ്പോൾ ഓർബിറ്റലുകളുടെ ഊർജവും എങ്ങനെയാണ്? വർദ്ധിക്കുന്നു. അടുത്തത് അസിമുത്തൽ ക്വാണ്ടം സംഖ്യ. L എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓർബിറ്റൽ കോണീയ ആക്കം അല്ലെങ്കിൽ ഉപാംഗ ക്വാണ്ടം സംഖ്യ എന്നൊക്കെയാണ് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ മറ്റ് പേരുകൾ കേട്ടോ. ഓർബിറ്റലിൻ്റെ ത്രിമാന ആകൃതി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഓർബിറ്റലിൻ്റെ നിശ്ചിത മൂല്യത്തിന് L = 0 മുതൽ L = n-1 വരെയാണ് കേട്ടോ. നോക്കിക്കേ, n 1 ആകുമ്പോൾ L 0 ആണല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഉപഷെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ഷെല്ല് അത് 1s ആയിരിക്കും. അതുപോലെ ഓരോന്നിൻ്റെയും കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്താണ് മാഗ്നറ്റിക് ക്വാണ്ടം സംഖ്യ അല്ലെങ്കിൽ കാന്തിക ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിൻ്റെ സ്ഥാനം വ്യക്തമാക്കുന്ന 4 ക്വാണ്ടം സംഖ്യകളിൽ ഒന്നാണ് ഇലക്ട്രോണിൻ്റെ കാന്തിക ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കാം നമുക്ക്.
കാന്തിക ക്വാണ്ടം നമ്പർ പ്രാഥമികമായി ഒരു നിശ്ചിത ഉപഷെല്ലിലെ പരിക്രമണ പദങ്ങളുടെ എണ്ണവും ഓറിയൻറ്റേഷനും നിർണ്ണയിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രോൺ ചക്രണ ക്വാണ്ടം സംഖ്യ എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിന് ചാർജ്, മാസ് ഇവയ്ക്ക് പുറമെ ആന്തരിക ചക്രണ കോണീയ ക്വാണ്ടം സംഖ്യയും ഉണ്ട്. ഇതിന് നിശ്ചിത അക്ഷത്തെ അടിസ്ഥാനമാക്കി 2 അഭിവിന്യാസങ്ങൾ ഉണ്ട്. ഈ രണ്ട് അഭിവിന്യാസങ്ങൾ ചക്രണ ക്വാണ്ടം സംഖ്യകളാൽ തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ഇവയ്ക്ക് ±½ മൂല്യങ്ങളാകാം. ഇതാണ് 2 ചക്രണ അവസ്ഥകൾ എന്ന് പറയുന്നത്. 2 അമ്പടയാളങ്ങൾ ഉപയോഗിച്ചാണ് ഇവയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ.